മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 15-ാമത്തെ ദശകത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ആദ്യം ശ്ലോകം ചെല്ലാം. മതിരിഹ ഗുണസക്താ ബന്ധകൃത്തേഷ്വസക്താ ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യാ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. കഴിഞ്ഞ ദശകത്തിൽ ഭഗവാൻ കപിലവാസുദേവനായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു. ഭഗവാൻ ദേവഹൂതിയുടെ പുത്രനായി കപിലനായിട്ട് അവതരിച്ചു. കർദമ പ്രജാപതി പ്രസന്നനായിട്ട് പുത്രിമാരെയൊക്കെ വിവാഹം ചെയ്തു കൊടുത്ത് കപിലൻ്റെ ജനനത്തോടുകൂടി തൻ്റെ കൃത്യം ഒക്കെ അവസാനിച്ചതായി കണ്ട് തപസ്സിനായിട്ട് പോയി എന്ന് പറഞ്ഞ് നിർത്തി. കപില മഹർഷി മാതാവിന് ഉപദേശം കൊടുത്തു. തത്വങ്ങളെക്കുറിച്ച് ആത്മതത്വത്തിൻ്റെ ഉപദേശം മാതാവിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ദശകം നിർത്തിയത്. ഇനി ആ ഉപദേശമാണ് ഈ ദശകത്തിൽ അവസാനം വരെ ഒടുക്കത്തെ ഒഴിച്ച് ബാക്കി എല്ലാ ശ്ലോകങ്ങളിലും പറയണത് ആ ഉപദേശമാണ്. കപില മഹർഷി മാതാവിന് ദേവഹൂതിക്ക് കൊടുത്തതായ ഉപദേശം, ദേവഹൂതിയെ ആത്മജ്ഞാനി ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതായ ഉപദേശങ്ങളാണ് ഈ ദശകത്തിൽ മുഴുവനുള്ളത്. ഭാഗവതത്തിലതൊരു 5-6 അധ്യായമായിട്ടാണ് ഈ കപിലോപദേശം പറയണത്. വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു ഉപദേശമാണ് കപിലൻ്റെ അമ്മയ്ക്കുള്ളതായ ഉപദേശം. അത് വളരെ സംക്ഷേപിച്ച് 9 ശ്ലോകങ്ങളിലാക്കിയിട്ടാണ് ഇവിടെ നാരായണീയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആ എസൻസ് മാത്രം, സാരം മാത്രം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. വളരെ ചുരുക്കി ആ ഉപദേശങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഈ ദശകത്തിൽ. അപ്പോൾ കപിലൻ എന്ന് പറയുന്നത് സ്വതേ ഈ സാഖ്യശാസ്ത്രം അതിൻ്റെ ഉപജ്ഞാതാവായിട്ടാണ് കപിലനെ പറയണത്. അപ്പോൾ ആ സാഖ്യശാസ്ത്രം ആണ് ഇവിടെ പ്രതിപാദിക്കണത്. എന്താണ് സാഖ്യശാസ്ത്രം എന്നുള്ളത് ചുരുക്കി പറയുക, അത്രയേ ഉള്ളൂ. പക്ഷേ അതിൽ സാഖ്യശാസ്ത്രം പറയുമ്പോഴും സാഖ്യശാസ്ത്രത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പുരുഷൻ പ്രകൃതി എന്ന് രണ്ടാണ് എന്നുള്ളതാണ്. അത് ആ പുരുഷനും പ്രകൃതിയും വേറെ വേറെയാണ് എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവുന്നതോടു കൂടിയിട്ട് മോക്ഷം വരും. അതാണ് ആ ജ്ഞാനം. പുരുഷനും പ്രകൃതിയും വേറെയാണ് എന്നുള്ളതായ ജ്ഞാനമാണ് മോക്ഷം എന്നാണ് സാഖ്യശാസ്ത്രത്തിൽ പറയണത്. ഇവിടെ ആ പുരുഷൻ എന്നുള്ളത് പരമാത്മാവ് എന്നുള്ളതൊന്ന് ഉറപ്പിക്കുന്നുണ്ട് ഈ നാരായണീയത്തിൽ വരുമ്പോൾ. അങ്ങനെയാണ് പുരുഷൻ. അത് മറ്റത് അതല്ല എന്ന് പറയണില്ല. പുരുഷൻ്റെ ശാസ്ത്രത്തിൽ പറയുമ്പോൾ പല പുരുഷന്മാരുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അത് പുരുഷൻ ഒന്ന് തന്നെയായിട്ടേ പറയണുള്ളൂ. ആ പുരുഷൻ പ്രകൃതിയിൽ നിന്ന് വിഭിന്നമാണ് എന്നുള്ള തരത്തിലാണ്. പരമാത്മാവ് തന്നെയാണ് പുരുഷൻ, പ്രകൃതി വേറെ എന്നുള്ള തരത്തിലാണ് കപിലൻ്റെ ഉപദേശം ഇവിടെ ഉള്ളത്. ഉപദേശങ്ങൾ പറയാം. ആദ്യത്തെ ശ്ലോകം. മതിരിഹ ഗുണസക്താ ബന്ധകൃത് തേഷു അസക്താ തു അമൃതകൃത്. മതിരിഹ ഗുണസക്ത. മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധി, മനസ്സ് എന്നുള്ള അർത്ഥമാണ്. ആ ബുദ്ധിയെ വലിച്ചു കൊണ്ടുപോകണത് മനസ്സാണല്ലോ. അപ്പം അങ്ങനെ ആ ബുദ്ധി, ആ മനസ്സ് ഗുണങ്ങളിൽ സക്തമായിട്ട് തീരുമ്പോൾ, ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെ കൊണ്ടുണ്ടാകുന്നതായ ത്രിഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾ. ഈ ഗുണങ്ങളുടെ ഫലമായിട്ട് ഗുണങ്ങളുടെ വിവിധ തരത്തിലുള്ള ചേർച്ച കൊണ്ട് ഉണ്ടാകുന്നതാണ് പ്രകൃതിയിലുള്ള എല്ലാം തന്നെ, പ്രപഞ്ചത്തിലുള്ള ബാക്കിയെല്ലാം തന്നെ, പുരുഷനൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഈ പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾ, അവയുടെ പലതരത്തിലുള്ളതായ ചേർച്ച കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന അതിനെ അനുഭവിക്കുക, വിവിധ പദാർത്ഥങ്ങളെ, വിഷയങ്ങളെ അത് അനുഭവിക്കുക. പുരുഷൻ അല്ലാതെ കണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ അല്ലാതെ കണ്ടുള്ള വിഷയങ്ങളിൽ താല്പര്യം വരികയാണ് ബുദ്ധിക്ക് എന്ന് വെച്ചാൽ
അത് ബന്ധത്തെ ഉണ്ടാക്കുന്നു, സംസാരബന്ധത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. സംസാരബന്ധം ഉണ്ടാവണത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ബുദ്ധിക്ക് വിഷയങ്ങളോട് താല്പര്യം കൂടുക. ഭഗവാനോടല്ലാതെ കണ്ട് വിഷയങ്ങളോട് താല്പര്യം കൂടുമ്പോഴാണ് സംസാരബന്ധം ഉണ്ടാവണത് എന്നാണ്. അതാണ് മതിരിഹ. ഇഹ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഗുണസക്കതാ മതിഹി, ഗുണങ്ങളിൽ ആസക്തമായ മനസ്സ്. ഗുണങ്ങളോടാണ് മനസ്സിന് ചേർച്ച, അതിലേക്ക് പോവാനാണ് താല്പര്യം എങ്കിൽ, ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഗുണങ്ങളിൽ നിന്നുണ്ടാവുന്നതായ വിഷയങ്ങൾ, ബാഹ്യവിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളും തന്നെ നമുക്ക് അനുഭവിക്കുന്നതായിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങളിൽ കൂടിയോ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടിയോ ഒക്കെ നമ്മൾ അനുഭവിക്കുന്നതായ എല്ലാ വിഷയങ്ങളും അതിലേക്ക് ആണ് ബുദ്ധി നമ്മെ നയിക്കുന്നത് എങ്കിൽ അത് ബന്ധകൃത്, ബന്ധത്തെ ഉണ്ടാക്കുന്നു, ബന്ധത്തെ ചെയ്യുന്നതാണ്. ബന്ധകൃത്, ബന്ധത്തെ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള മനസ്സ്, വിഷയങ്ങളിൽ ആസക്തമായിട്ടുള്ള മനസ്സ് ബന്ധത്തെ ഉണ്ടാക്കുന്നു. ആത്മാവിനെ ഈ ഇഹത്തിൽ ബന്ധിച്ചു നിർത്തുന്നു എന്നാണ്. ഇനി അതല്ലാണ്ട് എങ്ങനെയാണ് വരിക? ബന്ധകൃത് തേഷു അസക്തത, തേഷു വിഷയങ്ങളിൽ, തേഷു എന്ന് വെച്ചാൽ വിഷയങ്ങളിൽ തന്നെ, ഗുണങ്ങളിൽ നിന്നുണ്ടാവുന്നതായ വിഷയങ്ങളിൽ, ആ വിഷയങ്ങളിൽ അസക്തമായ, അതിൽ താല്പര്യമില്ലാത്ത ബുദ്ധിയാണെങ്കിലോ അത് അമൃതകൃത്, അമൃതത്തെ ചെയ്യുന്നു. അമൃതം എന്ന് വെച്ചാൽ മരണമില്ലാത്ത അവസ്ഥ, മോക്ഷം. മരണമില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ മോക്ഷമാണത്. മോക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജനനം മരണവും ഒന്നുമില്ല. അപ്പോൾ അമൃതകൃത്, അമൃതത്തെ ചെയ്യുന്നതാണ്, മോക്ഷത്തെ ഉണ്ടാക്കുന്നതാണ്. ഏത്? വിഷയങ്ങളിൽ ആസക്തമല്ലാത്ത മനസ്സ്. വിഷയങ്ങളിൽ ആസക്തമായ മനസ്സ് ബന്ധത്തെ ഉണ്ടാക്കുന്നു. വിഷയത്തിൽ ആസക്തമല്ലാത്ത മനസ്സ് അമൃതത്തെ, മോക്ഷത്തെ ഉണ്ടാക്കുന്നു എന്ന്. അതാ രത്ന ചുരുക്കാണത്. മതിരിഹ ഗുണസക്തത, ഗുണസക്തമായ മനസ്സ് ബന്ധത്തെ ഉണ്ടാക്കുന്നു. ഗുണങ്ങളിൽ ആസക്തമല്ലാത്ത മനസ്സ് മോക്ഷത്തെ ഉണ്ടാക്കുന്നു. അമൃതകൃത്, അമൃതത്തെ, മോക്ഷത്തെ, മരണമില്ലാത്ത അവസ്ഥയെ ഉണ്ടാക്കുന്നു. തേഷു അസക്തത, അവയിൽ ഗുണങ്ങളിൽ അസക്തമായ, ആസക്തിയില്ലാത്തതായ ബുദ്ധി അമൃതകൃത്, അതാകട്ടെ അമൃതത്വത്തെ ഉണ്ടാക്കുന്നു. ഇനി ഇങ്ങനെ ആസക്തി ഇല്ലാതെയാവണമെങ്കിൽ, ഗുണങ്ങളിൽ താല്പര്യം ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? ഉപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം, ഭക്തിയോഗ സക്തിം ഉപരുന്ധേ. ഭക്തിയോഗം, ഭക്തിമാർഗത്തിൽ ഉള്ള പ്രയാണം, ഭക്തിയോട് ഉള്ള ചേർച്ച. യോഗ എന്ന് വെച്ചാൽ ചേർച്ച, ഭക്തിയോടുള്ള ചേർച്ച. ഭക്തിയോട് കൂടിയ ബുദ്ധി, അതായത് ബുദ്ധിയിൽ ഭക്തി ഉണ്ടായിത്തീർന്നാൽ, മനസ്സിൽ ഭക്തി ഉണ്ടായിത്തീരുമ്പോൾ അത് ഭക്തിയോഗ തോ സക്തിം ഉപരുന്ധേ, സക്തിയെ തടയുന്നു. ഉപരുന്ധേ തടയുന്നു, രോധിക്കുന്നു, തടയുന്നു. ഉപരുന്ധേ തടയുന്നു. എന്താണ് തടയണത്? സക്തിയെ. എന്തിനെ തടയുന്നു? സക്തിയെ, ആസക്തിയെ. അതായത് വിഷയങ്ങളോടുള്ള ആസക്തി. ഗുണേഷു സക്തത എന്ന് പറഞ്ഞല്ലോ. ഗുണങ്ങളിൽ സക്തമായിട്ടുള്ള മനസ്സ് ബന്ധകൃത്താണ് എന്ന് പറഞ്ഞു. ബന്ധത്തെ ഉണ്ടാക്കുന്നു. ആ ബന്ധം ഇല്ലാണ്ടാവാൻ എന്ത് വേണം? സക്തി ഇല്ലാണ്ടാവണം. ആസക്തി, വിഷയങ്ങളോടുള്ള ആസക്തി ഇല്ലാതാവണം. ആ ആസക്തിയെ തടയുന്നത് എന്താണ്? ഭക്തിയോഗമാണ് ആസക്തിയെ തടയുന്നത്. ഭക്തിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനിലുള്ളതായ ഭക്തി, സാക്ഷാൽ ഭഗവാനിലുള്ള ഭക്തി വിഷയങ്ങളിലുള്ള ആസക്തിയെ തടയുന്നു. അതായത് ഒരു ദിക്കിലേക്ക് താല്പര്യം, ഒരു ദിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിലേക്ക് താല്പര്യം വരില്ലല്ലോ. അപ്പം അതാണ്, ഭഗവാനിലേക്ക് താല്പര്യം വന്നാൽ വിഷയങ്ങളിലേക്കുള്ള താല്പര്യം ഇല്ലാണ്ടാവും. ഭക്തിയോഗ സക്തിം ഉപരുന്ധേ. ഭക്തിയോഗം, ഭഗവാനോടുള്ള ഭക്തിയാവുന്ന യോഗം, അത് ചേർച്ച, ഭക്തിയോടുള്ള ചേർച്ച, അത് ആസക്തിയെ, വിഷയങ്ങളിലുള്ള സക്തിയെ ഉപരുന്ധേ തടയുന്നു. ഭക്തിയോഗ തു സക്തിം ഉപരുന്ധേ. ഭക്തിയോഗമാകട്ടെ, അത് യാതൊരു സംശയവും ഇല്ലാത്തതാണ്. ഭക്തിയോഗം സക്തിയെ,
ആസക്തിയെ, വിഷയങ്ങളിലുള്ള ആസക്തിയെ ഉപരുന്ധേ തടയുന്നു. ഇനി ആ ഭക്തി ഉണ്ടാവാൻ എന്താ ചെയ്യുക? ഗുണങ്ങളിൽ ശക്തി ഉണ്ടായാൽ ബന്ധം വരും, ഗുണങ്ങളിൽ ശക്തി ഇല്ലാണ്ടായാൽ മോക്ഷം കിട്ടും. ഗുണങ്ങളിൽ ശക്തി ഇല്ലാതെയാവാൻ വേണ്ടത് ഭക്തിയാണ് എന്ന് പറഞ്ഞു. ഈ ഭക്തി ഉണ്ടാവാൻ എന്തു ചെയ്യും? മഹദനുഗമലഭ്യ ഭക്തി ഏവ അത്ര സാധ്യ. ഭക്തി ഏവ, അതെങ്ങനെയുള്ളതാണ് ഭക്തി? മഹദനുഗമലഭ്യ, മഹാന്മാരെ അനുഗമിക്കുന്നത് കൊണ്ട് കിട്ടുന്നതാണ് ഭക്തി. അതായത് അനവധി ഭക്തന്മാരുണ്ട്, ശ്രേഷ്ഠന്മാരായ ഭക്തന്മാർ, നാരദൻ, ശുഗൻ തുടങ്ങിയതായ മഹർഷിമാരുണ്ട്. അവരുടെ പിന്നാലെ എത്ര ഭക്തന്മാരാണുള്ളത്? പ്രഹ്ലാദൻ തുടങ്ങിയതായ ഭക്തന്മാരുണ്ട് ലോകത്തിൽ, അനവധി ഭക്തന്മാരുണ്ട്. അവരെ അനുഗമിക്കുമ്പോൾ, അവരെ പിന്തുടരുക, ആ ഭക്തന്മാരെ നോക്കി, അവരെ പഠിച്ച്, അവരെ കുറിച്ചറിഞ്ഞ് അവരുടെ മാർഗം പിന്തുടരുമ്പോൾ മഹദനുഗമ ലഭ്യ, അതുകൊണ്ട് ലഭിക്കത്തക്കതാണ് ഭക്തി. മഹാന്മാരുടെ അനുഗമം കൊണ്ട്, മഹാന്മാരെ പിന്തുടരുന്നതുകൊണ്ട് ലഭിക്കാവുന്നതാണ് ഏത്? ഭക്തി. ഭക്തി കിട്ടാൻ വഴി മഹാന്മാരെ അനുഗമിക്കുക എന്നുള്ളതാണ്. അത് പലതരത്തിലാവാം. അവരുടെ ചരിത്രങ്ങൾ കേൾക്കുക, ആ ചരിത്രങ്ങൾ കേട്ട് അവരെ അനുസരിക്കാനായിട്ട്, അവരെ പോലെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഭക്തി തന്നെത്താൻ ഉണ്ടായിക്കൊള്ളും എന്നാണ്. മഹദനുഗമ ലഭ്യ ഭക്തി. ഇനി ആ ഭക്തി തന്നെയാണ് അത്ര സാധ്യ എന്ന് പറയുന്നു. അതാണ് സാധിക്കേണ്ടത്. ആ മഹദനുഗമം കൊണ്ട് കിട്ടാവുന്നതായ ഭക്തിയെയാണ് നമുക്ക് ലഭിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്, സാധിപ്പിക്കേണ്ടത്, ലഭിക്കേണ്ടത്, പ്രയത്നിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നാണ്. എന്തിനു വേണ്ടി? ഈ ഭക്തിക്ക് വേണ്ടി. ആ ഭക്തി എങ്ങനെ കിട്ടും? മഹദനുഗമം കൊണ്ട്, മഹാന്മാരെ പിന്തുടരുന്നത് കൊണ്ടാണ് ഭക്തി ലഭിക്കുക. ആ ഭക്തി തന്നെയാണ് സാധ്യമായിട്ടുള്ളത്, സാധിക്കേണ്ടതായിട്ടുള്ളത്, ലഭിക്കേണ്ടതായിട്ടുള്ളത് എന്നാണ്. ആ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ വിഷയങ്ങളോടുള്ള രതി, താല്പര്യം ഇല്ലാണ്ടാവും. വിഷയങ്ങളോടുള്ള താല്പര്യം ഇല്ലാണ്ടായാൽ അത് മോക്ഷത്തെ, മുക്തിയെ, അമൃതത്വത്തെ നൽകും എന്നാണ് ആ ഭക്തിയോഗം. അതിൻ്റെ എന്താണ് ഭക്തിയോഗം എന്നുള്ളത് വളരെ ചുരുക്കി പറഞ്ഞു അങ്ങോട്ട്. വിഷയങ്ങളോട് ആസക്തി ഇല്ലാണ്ടിരിക്കുക. ആ വിഷയങ്ങളോട് ആസക്തി ഇല്ലാതെ കണ്ടായാൽ അമൃതത്വം അതിനുള്ള വഴിയായി. എന്താണ് ആ വഴി? ഭക്തി ഉണ്ടാവും. ആ ഭക്തി കിട്ടുക എങ്ങനെയാണ് എന്ന് വെച്ചാൽ മഹദൻ അനുഗമം കൊണ്ട്, മഹാന്മാരെ പിന്തുടരുന്നത് കൊണ്ട് ഭക്തി ഉണ്ടാവും. അപ്പം അങ്ങനെ ഈ ഭക്തിയും തന്നെയാണ് ഇവിടെ സാധ്യമായിട്ടുള്ളത്. അതുതന്നെയാണ് നാം ലഭിക്കാനായി ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു. കപിലതനുഹു ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഇതി, ഇപ്രകാരം, കപിലതനുഹു ത്വം, കപിലതനുവായ അങ്ങ്, കപിലവേഷം ധരിച്ച, കപിലനായി അവതരിച്ചതായ അങ്ങ്, കപിലതനുഹു ത്വം ഇതി, ഇപ്രകാരം, ദേവഹൂത്യൈ ന്യഗാദീഹി, ദേവഹൂതിക്കായിക്കൊണ്ട്, ദേവഹൂതിയോടായിക്കൊണ്ട്, ന്യഗാദീഹി പറഞ്ഞു, ഉപദേശിച്ചു. ദേവഹൂതിക്ക് ഇപ്രകാരം ഉപദേശിച്ചു എന്ന് പറഞ്ഞ് ആ ശ്ലോകം നിർത്തി. മതിരിഹ ഗുണസക്താ ബന്ധകൃത് തേഷു അസക്താതു അമൃതകൃത് ഉപരുന്ധേ ഭക്തിയോഗസ്തു സത്യം. ഒന്നും കൂടി ഗുണസക്തയായിട്ടുള്ള, ഗുണങ്ങളിൽ, വിഷയങ്ങളിൽ താല്പര്യത്തോടു, അത് ത്രിഗുണങ്ങളിൽ നിന്നുണ്ടാകുന്നതായ വിഷയങ്ങളിൽ താല്പര്യത്തോടു കൂടിയ മതി, ബുദ്ധി ബന്ധത്തെ ഉണ്ടാക്കുന്നു, സംസാരബന്ധത്തെ ഉണ്ടാക്കുന്നു. ഒന്ന് കിട്ടിയാൽ പോരാ, പിന്നെയും വേണം എന്നുള്ളതായ മോഹം ഉണ്ടാവും. അപ്പോൾ ആ മോഹം കൊണ്ട് വീണ്ടും വീണ്ടും ജനനവും മരണവും നമുക്ക് ഉണ്ടാവുന്നു. ഇനി തേഷു അസക്ത, വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തതായ ബുദ്ധിയാകട്ടെ, വിഷയങ്ങൾക്കൊന്നിനും മോഹമില്ല. അപ്പം ഭഗവാനിനോട് മാത്രമായിട്ട് അത് തിരിയും എന്നാണ്. നമ്മുടെ താല്പര്യം ഭഗവാനിൽ മാത്രമായിട്ട് തിരിയും. അപ്പോൾ അങ്ങനെ ഭഗവാനിൽ മാത്രമായിട്ട് തിരിയുമ്പോൾ ഭഗവത് പ്രാപ്തിക്കത് സാധകമായി തീരും, അമൃതത്വത്തിന്. അപ്പോൾ നമുക്ക് ഭഗവാനോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അമൃതത്വമായി എന്നാണ്, മരണമില്ല പിന്നെ. തേഷു അസക്താതു അമൃതകൃത്, അത് ആസക്തി ഇല്ലാണ്ടാക്കണത് ഭക്തിയോഗ, ഭക്തിയോഗം, ഭഗവാനിലുള്ളതായ ഭക്തി, അത്
ഭക്തിയോഗസ്തു സക്തിം ഉപരുന്ധേ, സക്തിയെ ഇല്ലാതാക്കുന്നു, വിഷയങ്ങളോട് സക്തി ഇല്ലാതാക്കുന്നു. എന്ത്? ഭക്തി. ആ ഭക്തി എങ്ങനെ ഉണ്ടാവണു? മഹദനുഗമലഭ്യ, മഹാന്മാരുടെ അനുഗമം കൊണ്ട്, മഹാന്മാരെ പിന്തുടരുന്നത് കൊണ്ട് ലഭിക്കത്തക്കതാണ് ഏത്? ഭക്തി എന്ന് പറയണത്. ഭക്തി ഉണ്ടാവണമെങ്കിൽ മഹാന്മാരെ പിന്തുടരുക തന്നെ വേണം. ഭക്തന്മാരായ ശ്രേഷ്ഠന്മാരായ മഹർഷിമാരെയും അതുപോലെയുള്ളതായ ഭക്തജനങ്ങളെയും പിന്തുടരുമ്പോൾ, അവരുടെ ചെയ്തികൾ അനുകരിക്കുമ്പോൾ ഭക്തി തന്നെ ഉണ്ടായിക്കൊള്ളും എന്നാണ്. മഹദനുഗമലഭ്യ ഭക്തി, അത് തന്നെയാണ് ഏവാ ഭക്തി, ഏവാ ഭക്തി തന്നെയാണ് അത്ര ഈ പ്രപഞ്ചത്തിൽ സാധ്യയായിട്ടുള്ളത്, സാധിപ്പിക്കേണ്ടതായിട്ടുള്ളത്, നമുക്ക് പ്രാപിക്കേണ്ടതായിട്ടുള്ളത് എന്ന്. കപിലതനുഹൂ ത്വം, കപിലതനുവായ, കപില ശരീരം ധരിച്ചതായ, കപിലനായി അവതരിച്ചതായ അങ്ങ് ദേവഹൂത്യൈ നിഗാദീഹി, ദേവഹൂതിയോടായിട്ട് പറഞ്ഞു. മതിരിഹ ഗുണസക്താ ബന്ധകൃത്തേഷ്വസക്താ ത്വമൃതകൃതു പരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈ നിഗാദീഹി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മനമതു വിഷയത്തിൽ മുങ്ങി ബന്ധം വളർത്തും, വിഷയമതിനതീതം ഭക്തി മോക്ഷത്തെ നൽകും. സുലഭമിവിടെ ഭക്തി സജ്ജനത്തോടു ചേർന്നാൽ, കപിലവപുധരിച്ചിട്ടമ്മയോടങ്ങു ചൊല്ലി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.